നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഹൈഡ്രാ ഫേഷ്യൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഏതൊക്കെയാണ്, ഇതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻ്റായിട്ട് വരുന്നത്. വീഡിയോ ലാസ്റ്റ് വരെയും കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫേഷ്യലാണ്. അത് കൂടാതെ തന്നെ ഈ ഒരു ഫേഷ്യലിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തെ പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും പ്രായത്തിൻ്റെ പലതരത്തിലുള്ള ചുളിവുകൾ, അതുപോലെ ടാഗ്സുകൾ, നമുക്ക് സ്കിന്നൊക്കെ ടാഗ്സുകൾ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പ്രായം കൂടുന്നതിൻ്റെ പല സയൻസുകൾ കുറച്ച് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടും നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും പൂർണ്ണമായിട്ടും ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ നമുക്ക് സഹായകരമാവുന്നതാണ്. എന്നാൽ എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ എഫക്റ്റ് വരുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം സ്റ്റെപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഹൈലറോണിക് ആസിഡ് ആണ്. അപ്പോൾ ഈ ഒരു ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ വളരെയധികം നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഏജിങ് പ്രശ്നങ്ങൾ കുറച്ച് നമ്മൾ ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ഹൈലറോണിക് ആസിഡ് നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിലും അതുപോലെ കണക്റ്റീവ് ടിഷ്യൂസിലും. അങ്ങനെ നമുക്കൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ഏജിങ് കൂടുന്നതനുസരിച്ച് ഈ ഹൈലറോണിക് ആസിഡിൻ്റെ അളവുകൾ കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഉള്ളിൽ ഭക്ഷണത്തിൻ്റെ രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് പുറമേ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഹൈലറോണിക് ആസിഡ് വെച്ചിട്ട് ഉള്ളിൽ ഭക്ഷണം കഴിക്കേണ്ട ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് നമുക്ക് ഹൈലറോണിക് ആസിഡിൻ്റെ എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിലെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈഡ്രാ ഫേഷ്യലിന് ഏകദേശം ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. നോർമലായിട്ടുള്ള ഹൈഡ്രാ ഫേഷ്യലിന് 4 സ്റ്റെപ്പാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് എക്സ്ഫോയിലേഷൻ ആണ്. മൂന്നാമത്തത് നമ്മളുടെ നറിഷ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യുക നമ്മുടെ സ്കിൻ എന്നുള്ളതാണ്. നാലാമത്തേന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കിന്നിൽ ഓവറോൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്സിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ സ്ക്രീനിൽ തന്നെ ഞാനത് എഴുതി കാണിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ ആദ്യം ആവശ്യമായിട്ടുള്ളത് ക്ലെൻസിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് മുഖമൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ക്ലെൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പാലാണ്. കാരണം പാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും അതുപോലെ നമുക്ക് സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോയിങ് നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതും നല്ലൊരു ക്ലെൻസറായിട്ട് ആക്ട് ചെയ്യുന്നതും. നമ്മൾ എടുക്കുന്ന പാലെന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് അനുസൃതമായിട്ട് 1 ടേബിൾ സ്പൂണ് നമ്മൾ റോസ് വാട്ടർ ഉണ്ടല്ലോ, അപ്പോൾ റോസ് വാട്ടർ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു കോട്ടൺ പാഡ് മുക്കിയിട്ട് പൂർണ്ണമായിട്ടും മുഖത്തും കഴുത്തിനുമൊക്കെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ഇത് ഒരു 2-3 പ്രാവശ്യമായിട്ട്, അതായത് 2 രീതിയിൽ, ആദ്യം ഒരു പ്രാവശ്യം ചെയ്ത് അന്ന് തുടച്ചതിന് ശേഷം വീണ്ടും വേറൊരു കോട്ടൺ പാഡ് എടുത്തിട്ട് വീണ്ടും, അതായത് ഡബിൾ ക്ലെൻസിങ് പോലെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യാൻ ഉള്ളത് സ്ക്രബിങ്ങിൻ്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ എക്സ്ഫോയിലേഷൻ എന്നുള്ളൊരു മെത്തേഡാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് എളുപ്പത്തിൽ ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ വീട്ടിലുള്ള വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സ്ക്രബിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ ടിഷ്യൂസ്, സ്മോൾ ടിഷ്യൂസ് ഒന്നും അത് ഉടഞ്ഞ് അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഏകദേശം 1 സ്പൂൺ അരിപ്പൊടിയുടെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 സ്പൂൺ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1.5 സ്പൂൺ അരിപ്പൊടി നിങ്ങൾക്ക് എടുക്കാം. ഓയിലി സ്കിന്നുകാരാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരിതിന് ഹണി ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഹണി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 1 സ്പൂണോ 2 സ്പൂണോ ഹണി ഇതിനേക്ക് ആവശ്യമായിട്ടുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മുഖത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ T സോണിൻ്റെ ഭാഗങ്ങളിൽ
ഭാഗങ്ങളിലല്ല, അതായത് നമ്മുടെ നെറ്റിയുടെ മൂക്കിൻ്റെ താടിയുടെ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതൽ നമുക്ക് തരിതരിപ്പും അതുപോലെ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവയൊക്കെ തന്നെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു എക്സ്ഫോലിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കിതാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രൈ സ്കിന്നാറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹണിക്ക് പകരമായിട്ട് നമുക്ക് എടുക്കേണ്ടത് കേർഡാണ്, തൈരാണ് നമ്മൾ എടുക്കേണ്ടത്. അത് 1 സ്പൂൺ തൈര് എടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ഈ ഒരു മസാജ്, റൗണ്ട് മസാജ് എന്നുള്ള രീതിയിൽ മുഖത്ത് പൂർണ്ണമായിട്ടും ഇട്ട് കൊടുക്കുക. ആ 5 മിനിറ്റ് തന്നെ നിങ്ങൾ സർക്കുലർ മോഷനിൽ നമ്മൾ മുഖം ക്ലിയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മുഖം കഴുകി എടുക്കുക എന്നുള്ളതല്ല, നമുക്ക് ഒരു തണുത്ത വെള്ളമാണ്, നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ തണുത്ത വെള്ളത്തിൽ നമ്മളൊരു കോട്ടൺ മുക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി മുക്കി വെച്ചിട്ട് ആ മുഖം മുഴുവനായിട്ടും ഒപ്പിയെടുക്കുക, അത് തുടച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 സ്റ്റെപ്പ് ഈ ഒരു ഫേഷ്യലിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റ് ആക്കുന്ന സ്റ്റെപ്പാണ് നറിഷ്മെൻറ്റ് എന്നുള്ളത്. ഈ ഒരു നറിഷ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ പൂർണ്ണമായിട്ടും നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുവഴി നമുക്ക് നല്ലൊരു ഗ്ലോയിങ്ങും അതുപോലെ ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് നമുക്ക് കുക്കുംബറാണ്. അപ്പോൾ ചെറിയ കഷ്ണം നിങ്ങൾ കുക്കുംബർ എടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് കുക്കുംബർ നമ്മളുടെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നറിഷ്മെൻറ്റ് നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു കുക്കുംബർ നിങ്ങൾ ഇതുപോലെ അടിച്ചു വെക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഗ്ലിസറിനാണ്. കാരണം നമ്മുടെ ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിനെ വളരെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഗ്ലോയിങ് നൽകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ 1 സ്പൂൺ ഗ്ലിസറിനാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് വീട്ടിലുള്ള അലോവേറ ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്സിൽ നിന്ന് വാങ്ങുന്ന സ്കിന്നിൽ ഉപയോഗിക്കുന്ന അലോവേറ ജെല്ലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതാണെന്നുണ്ടെങ്കിലും 1 സ്പൂൺ മാത്രം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ 1 സ്പൂൺ ഗ്ലിസറിനും 1 സ്പൂൺ അലോവേറയും 1 സ്പൂൺ തന്നെ, അതായത് നമുക്ക് ആ ഒരു പേസ്റ്റ് രൂപത്തിൽ ഒരു കഷ്ണം നമ്മൾ കുക്കുംബറിൽ നിന്ന് കിട്ടുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പേസ്റ്റ് കൂടിയിട്ട് 3 നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ മുഖത്ത് ഒരു മസാജിങ് എന്നുള്ള രീതിയിൽ, അതായത് മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കുക എന്നുള്ളതല്ല, നമുക്കൊരു മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 3 നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു റൗണ്ട് മസാജായിട്ട് പൂർണ്ണമായിട്ടും എല്ലായിടത്തും പറ്റുന്ന പോലെ ഒരു റൗണ്ട് മസാജ് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് റൗണ്ട് മസാജ് നമുക്ക് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടും, ചിലർക്ക് മെലാസ്മയുടെ പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കുക. ചിലർക്ക് ഡെഡ് സെൽസിൻ്റെ പ്രശ്നങ്ങളുള്ളിടത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ കൂടുതലായിട്ടും റബ്ബ് ചെയ്ത്, അപ്പോൾ ഇതാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നമുക്ക് ഡാമേജ് ഒന്നും ആക്കില്ല. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു പ്രഷർ കൊടുത്തിട്ടുള്ള രീതിയിൽ നമുക്കിതൊന്ന് മസാജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇതാരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക. ഇത് കൂടാതെ ഇതിന് ഒരു ഡബിൾ നറിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലൊരു ഐസ് ക്യൂബ്സ് നമുക്കിതിന് ശേഷം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോർമൽ ഒരു ഐസ് ക്യൂബിനെ കഴിഞ്ഞും ഏറ്റവും നല്ലത് നമുക്ക് കൂടുതലും ഒന്ന് ഹൈഡ്രേറ്റ് ആവുന്ന നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഐസ് ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഈ ഒരു ക്യൂബ്സ് ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം. അതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് അലോവേറയാണ്. വീട്ടിലുള്ള അലോവേറ ജെല്ല് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 സ്പൂണ് നിങ്ങൾക്ക് ആ ഒരു ക്യൂബ്സ് ഏകദേശം 1 അല്ലെങ്കിൽ 2 ക്യൂബ്സിൻ്റെ ആവശ്യം വരുള്ളൂ. 1 ക്യൂബിൻ്റെ ആവശ്യം തന്നെ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ അലോവേറയുടെ ജെല്ല് എടുക്കുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം കുക്കുംബറും കൂടിയിട്ട് അതിനോടൊപ്പം തന്നെ ചേർക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്കും ഒരു ജ്യൂസി ഫോം ആവും. എന്നിട്ട് ഇത് ഒരു ഐസ് ക്യൂബിൻ്റെ ആ ഒരു ട്രേയിലേക്ക് നിങ്ങൾ ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ്, അതായത് നമ്മുടെ മസാജിങ് ഉണ്ടല്ലോ, ആ ഒരു മസാജിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു അലോവേറ ജെല്ലിൻ്റെ ക്യൂബ് ഉപയോഗിച്ചിട്ട് മുഖത്ത് പൂർണ്ണമായിട്ടും ഒരു റൗണ്ട് മസാജ് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട്
പൂർണ്ണമായിട്ടും റൗണ്ട് മസാജ് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് വളരെയധികം ഹൈഡ്രേറ്റ് ആവുകയും അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ നമുക്ക് തൂങ്ങുന്ന സ്കിന്നുകളൊക്കെ തന്നെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ്ങും കൂടി ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒരു മസാജിങ്ങും കൂടി ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ തുടച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സ്കിന്നിന് നമുക്കൊരു പാക്ക് ഇടുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഗ്ലോയിങ് ആക്കാൻ വേണ്ടിയിട്ടും ഇത് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്കിന് ആവശ്യമായിട്ടുള്ളത് മുൾത്താനി മിട്ടിയാണ്. മുൾത്താനി മിട്ടി നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് നമ്മളെ ആ ഒരു സ്കിന്നിൽ അമിതമായിട്ടുള്ള ഓയിൽ കണ്ടൻറ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിന് വേഗത്തിൽ തന്നെ നമുക്കൊരു ഗ്ലോയിങ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മുൾത്താനി മിട്ടിയുടെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 സ്പൂൺ ഗ്ലിസറിനാണ്. അപ്പോൾ ഈ ഒരു സ്പൂൺ ഗ്ലിസറിനും ഈ ഒരു മുൾത്താനി മിട്ടിയും കൂടിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് മുഖത്ത് ഒന്ന് നമ്മുടെ എല്ലായിടത്തും തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. മസാജിങ്ങോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് വരെ വെക്കുക. ഉണങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റിന് ശേഷം നിങ്ങൾ ഒരു തണുത്ത വെള്ളം കൊണ്ട് ഒന്ന് മുഖം കഴുകി കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ തുടച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതും കൂടി കഴിയുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഹൈഡ്രാ ഫേഷ്യൽ ഫിനിഷ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാർലറിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റൽസിലൊക്കെ നമ്മുടെ ഈ ഒരു കോസ്മെറ്റിക് ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ നമ്മൾ പോയിട്ട് ചെയ്യുന്ന ഈ ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ വളരെ മിനിമലായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മാസത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ചുളിവുകളോ അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്ന് കൂടുതലായിട്ടും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുകയും ചെയ്യും. ഓവറായിട്ടുള്ള കെമിക്കൽ കണ്ടൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മളൊരു ഹെയറിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹൈലറോണിക് ആസിഡിൻ്റെ നമ്മൾ നാച്ചുറലായിട്ട് നമുക്കത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, ഏതൊക്കെ ഭക്ഷണത്തിലൂടെയാണ് നമുക്കത് കിട്ടുന്നതെന്നുള്ളതും ചെയ്യുന്നതാണ്. അതുപോലെ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഒരു വിഷയമായിട്ട് കാണാം. നന്ദി.